ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മാലിന്യ വിമുക്ത കോഴിക്കോട് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് മാതൃകയാവുകയാണ് വിദ്യാർത്ഥികൾ. ലോക ആനിമേഷൻ ദിനത്തോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിൽ വർണ്ണമനോഹരമായ ചിത്രങ്ങൾ വരച്ചും നാടിന്റെ ശുചിത്വത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയും വേറിട്ടു നിൽക്കുകയാണ് കോഴിക്കോട് വിസ്മയ ആർട്സ് ആൻഡ് മീഡിയ കോളേജിലെ വിദ്യാർത്ഥികൾ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ഡൽഹി കേരള ഹൌസ് റെയ്ഡ്, ശക്തമായ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി. പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രവാസി കോർഡിനേഷൻ ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി. മാലിന്യമുക്ത കോഴിക്കോടിനായി ആനിമേഷൻ രചനകൾ, ലോക ആനിമേഷൻ ദിനത്തിലെ വേറിട്ട കാഴ്ച. വാർത്തകൾ വിശദമായി. ഡൽഹി കേരള ഹൌസിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. തെരഞ്ഞെടുപ്പിൽ ജനഹിതം പരിശോധിച്ചാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിൽ ഇന്ത്യ മുഴുവനും ഉയർന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി അരവിന്ദ്ജി ഡൽഹിയിൽ വളരെ തീഷ്ണമായ ഭാഷയിൽ തന്നെ അതിനെ അപലപിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ കേരളത്തിലെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇന്ന് കേരള വ്യാപകമായി തന്നെ പ്രതിഷേധം നടത്തുന്നുണ്ട്. വരുന്ന 5 വർഷം വാർഡിലെ റോഡുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനും ഇലക്ട്രിക് പോസ്റ്റുകളിലെ ബൾബുകളുടെ അഭാവം പരിഹരിക്കുവാനും വീടുകളിലെ വോൾട്ടേജ് പ്രശ്നം പരിഹരിക്കാനും അശരണർക്കും രോഗികൾക്കും ആശ്രയമാകുവാനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും വിദ്യാഭ്യാസ അവകാശ സംരക്ഷണത്തിനുമായും വാർഡിലെ കാര്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച് നടപടികളും പരിഹാരങ്ങളും കാണുവാനും ജാതിമത രാഷ്ട്രീയ സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ ജനങ്ങളുടെ കൂട്ടായ്മകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുമെന്നും ആം ആദ്മി പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ജനം ആവശ്യപ്പെട്ട ഇവിടെയൊക്കെ മത്സരിക്കാം എന്ന് മൊത്തം വോട്ടർമാരുടെ ഇടയിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് വ്യക്തമായി അഭിപ്രായം ലഭിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നാം മത്സരിക്കുന്നത്. മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന അഴിമതിയുടെ കറ പുരളാത്ത ആളുകൾ, സമൂഹത്തിൽ മാന്യന്മാരായിട്ടുള്ള ആളുകൾ, അത്തരം ആളുകൾക്ക് നമ്മുടെ പാർട്ടി എവിടെയുണ്ടെങ്കിലും വോട്ട് ചെയ്യാവുന്നതാണ് എന്നൊരു ധാരണ പ്രവർത്തകർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായില്ലെങ്കിൽ പ്രത്യേക സമരപരിപാടികൾക്ക് ഇറങ്ങുമെന്ന് പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി. തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും മത്സരരംഗത്തും പ്രചാരണ രംഗത്തും സജീവം. ഓരോ സ്ഥാനാർത്ഥിയും വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. പ്രകടന പത്രികയിൽ തന്നാൽ കഴിയും വിധം ജനവിധി തേടുന്ന പ്രദേശത്തെ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പും നൽകുന്നു. എന്നാൽ ഇതിനിടയിൽ എല്ലാവരും മറന്ന ഒരു വിഭാഗമുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്ന ജനത, പ്രവാസികൾ. പ്രവാസികൾക്ക് 40% വോട്ടാണ് തെരഞ്ഞെടുപ്പിലുള്ളത്. അതായത് വിധി നിർണയത്തിൽ ഇവർക്കും വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നർത്ഥം. പ്രവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനോ പ്രശ്നങ്ങളിൽ ഇടപെടാനോ സർക്കാർ ഇതുവരെ സമയം കണ്ടെത്തിയിട്ടില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും സ്ഥാനാർത്ഥികളും ഈ വിഷയത്തിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടുമില്ല. എല്ലാ മേഖലകളിൽ നിന്നും മൌനം മാത്രമാണ് പ്രവാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതോടെ പ്രവാസികൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന ആശങ്കയിലാണ്. പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നതും ഭരണാധികാരികളിൽ നിന്നുള്ള വ്യക്തമായ മറുപടിക്ക് വേണ്ടിയാണെന്ന് ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. കേരളത്തിലെ വോട്ടർമാരിൽ 40% പ്രവാസികളും പ്രവാസി കുടുംബങ്ങളുമാണ്. അതായത് കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു നിർണായക ശക്തിയാണ് പ്രവാസികളെന്ന് ഇപ്പോഴും
ഭരണകൂടങ്ങളും രാഷ്ട്രീയ സംഘടനകളും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനക്കെതിരെ ശക്തമായ ഒരു പ്രതിധ്വനി സൃഷ്ടിക്കുന്നതിനും ഈ വോട്ടിലൂടെ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നതിനും വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. പ്രവാസികളുടെ നന്മയ്ക്ക് വേണ്ടിയും നൂതന വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും തങ്ങളുടെ വോട്ടുകൾ വിനിയോഗപ്പെടുത്തുമെന്നുമാണ് പ്രവാസികളും പറയുന്നത്. ഇതിനായി ശക്തമായ പ്രതിഷേധങ്ങളുമായി സജീവ രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഒരു കൂട്ടം പ്രവാസികൾ. ലോക ആനിമേഷൻ ദിനത്തോടനുബന്ധിച്ച് മാലിന്യമുക്ത കോഴിക്കോട് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുകയാണ് വിദ്യാർത്ഥികൾ. കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിൽ ബഷീറിന്റെ കഥാപാത്രങ്ങളെയും വിദ്യാർത്ഥികൾ വരച്ചു ചേർത്തു. ഒക്ടോബർ 28 ലോക ആനിമേഷൻ ദിനം. ആനിമേഷൻ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ടെ വിദ്യാർത്ഥികൾ വേറിട്ട പരിപാടികളുമായാണ് രംഗത്തിറങ്ങിയത്. തങ്ങളുടെ കലാഭിരുചികൾ ലോകത്തെ കാണിക്കുന്നതിനോടൊപ്പം ശുചിത്വമുള്ള നഗരം എന്ന ആശയം സമൂഹത്തിന് പകർന്നുകൊടുക്കാനും ഇവർ മറന്നില്ല. സാധാരണക്കാരന്റെ ജീവിതം തന്റെ കൃതികളിലൂടെ മനസ്സിലാക്കി തന്ന് ജീവിച്ച കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനെയും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെയും ചുമരിൽ വരച്ചു ചേർത്താണ് വിദ്യാർത്ഥികൾ മാതൃകയായത്. വിസ്മയം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് മീഡിയയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ആനിമേഷൻ മേഖലയിൽ നിരവധി സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ഇതിനെക്കുറിച്ച് സമൂഹം അത്ര ബോധവാന്മാരല്ല. ആനിമേഷൻ തൊഴിൽരംഗത്ത് മികവുറ്റ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനോടൊപ്പം സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനും കൂടി വേണ്ടിയാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു സംരംഭവുമായി മുന്നോട്ട് വന്നത്. ക്ലീൻ സിറ്റി എന്നൊരു ആശയം കൂടെ വെച്ചിട്ടാണ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും ഉപയോഗശൂന്യമായ രീതിയിൽ കിടന്ന ഒരു റോഡാണിത്. ഇതിനെ നല്ല രീതിയിലാക്കിയിട്ട് മറ്റു ജനങ്ങൾക്ക് കൂടെ ഒരു സേവനം എന്നുള്ള രീതിയിലായിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഈ റോഡിനെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ബഷീറിൻ്റെ തന്നെ വിവിധ കഥാപാത്രങ്ങളാണ് ഞങ്ങൾ ഈ ചുമരിൽ വരച്ച് വയ്ക്കുന്നത്. അത് മറ്റുള്ളവർക്ക് കൂടെ നല്ലൊരു കാഴ്ച, ഒരു ഭംഗി, ആ ഒരു ആശയം കൂടെ ഉൾക്കൊള്ളിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. പൂർണ്ണ ജനപിന്തുണയോടെയാണ് ആർക്കും വരയ്ക്കാമെന്ന പ്രത്യേകതയോടെ മൂവ് ആൻഡ് ഡ്രോ എന്ന പേരിൽ പരിപാടി നടന്നത്. കോഴിക്കോട് മാലിന്യം നിറഞ്ഞു നിന്ന പ്രദേശമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ റോഡ്. കഴിഞ്ഞ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് വിസ്മയം കോളേജിലെ വിദ്യാർത്ഥികളും സാമൂഹിക പ്രവർത്തകരും ഇവിടം വൃത്തിയാക്കിയത്. ലോക ആനിമേഷൻ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ നൽകുന്ന സന്ദേശവും ശുചിത്വ നഗരം എന്നതാണ്. ഇതിനായുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകളിൽ നിറഞ്ഞുനിന്ന പാത്തുമ്മയുടെ ആട്, ആനവാരിയും പൊൻകുരിശും, നീണ്ട മൂക്ക് തുടങ്ങി അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് വിദ്യാർത്ഥികൾ ചുമരിൽ കോറിയിട്ടത്. ലോക ആനിമേഷൻ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ബീച്ചിൽ മണൽ ശില്പം, സെമിനാറുകൾ തുടങ്ങിയവയും നടക്കും. ജില്ലാ ഭരണകൂടവും മെട്രോ മനോരമയും ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആർപോ ക്ലിക്ക് ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ എൻ പ്രശാന്ത് സമ്മാനത്തുക വിജയികൾക്ക് കൈമാറി. കോഴിക്കോട് ജില്ലാ ഭരണകൂടവും മെട്രോ മനോരമയും ചേർന്നാണ് നഗരത്തിന്റെ ഓണക്കാഴ്ചകളെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ആർപോ ക്ലിക്ക് മത്സരം സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് ചിത്രങ്ങളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. വായനക്കാരുടെ വോട്ടും വിധികർത്താക്കളുടെ മാർക്കും ചേർന്ന് 3 ചിത്രങ്ങൾ ആദ്യ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. പ്രായത്തെ വെല്ലുന്ന ആവേശത്തോടെ ഓണപ്പൂക്കളമിടുന്ന വൃദ്ധയുടെ ചിത്രം പകർത്തിയ ഷിജിത് ലാലിനായിരുന്നു 1ാം സമ്മാനം. അത്തപ്പൂക്കളത്തിനായി പൂക്കളമൊരുക്കുന്ന കുട്ടിയുടെ ചിത്രം പകർത്തിയ സൌമ്യ സജീഷ് കുമാർ തറയിൽ 2ാം സ്ഥാനവും മലയാളിയുടെ സ്വന്തം ഓണത്തിന്റെ ഭാഗമാകുന്ന വിദേശിയുടെ ചിത്രം പകർത്തിയ നജീബ് ഇങ്ങാട്ടിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ എൻ പ്രശാന്ത് 2, 3 സ്ഥാനം നേടിയവർക്ക് 5000, 3000 എന്നിങ്ങനെ സമ്മാനത്തുക കൈമാറി. മലയാള മനോരമ ന്യൂസ് എഡിറ്റർ PJ ജോഷ ചടങ്ങിൽ മുഖ്യാതിഥിയെ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ
അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. 2 വൃക്കകളുടെയും പ്രവർത്തനം തകരാറിലായതോടെ ചികിത്സാ ചെലവിനും വീട്ടുചെലവിനും ആവശ്യമായ പണം കണ്ടെത്താനാകാതെ സുമനസ്സുകളുടെ കരുണ കാത്തു കഴിയുകയാണ് സത്യനും കുടുംബവും. ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന രോഗികളുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ സത്യനും കുടുംബവും നിത്യവൃത്തിക്ക് പണം കണ്ടെത്തുന്നത്. 2 വൃക്കകളുടെയും പ്രവർത്തനം നിലച്ചതോടെ കൊയിലാണ്ടി എടക്കുളം പൊട്ടക്കുനി വീട്ടിൽ സത്യനും കുടുംബവും ദുരിതക്കയത്തിലായി. ചികിത്സാ ചെലവും വീട്ടുചെലവും മുന്നോട്ട് കൊണ്ടുപോവാൻ ഇന്നീ കുടുംബത്തിന് കഴിയാത്ത അവസ്ഥയാണ്. 7 വർഷമായി സത്യന്റെ 2 വൃക്കകളും തകരാറിലാണ്. അന്നു മുതൽ ഈ കുടുംബം ഡയാലിസിസിന് വേണ്ടി ആഴ്ചതോറും കണ്ടെത്തേണ്ടത് 4000 രൂപയാണ്. സത്യന് രോഗം ബാധിച്ചതോടെ മറ്റു തൊഴിലുകൾക്കും പോകാൻ കഴിയില്ല. വൃക്ക മാറ്റിവെക്കുന്നതിന് 10 ലക്ഷം രൂപ എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് ഇന്നീ നിർധന കുടുംബം. സത്യന്റെ ഭാര്യ റീജയും മകൾ ദേവികയും രോഗം മാറാനുള്ള പ്രയത്നത്തിലും പ്രാർത്ഥനയിലുമാണ്. കുടുംബത്തിന് അത്താണിയാകേണ്ട സത്യന്റെ അവസ്ഥ കണ്ട് ചികിത്സയ്ക്കാവശ്യമായ തുക കണ്ടെത്താൻ ജനകീയ സന്നദ്ധ ട്രസ്റ്റും മറ്റ് ഡയാലിസിസ് രോഗികളും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഡയാലിസിസിൽ തുടരുന്ന നിർധന രോഗികളുടെ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ബന്ധുക്കളും സാമൂഹിക പ്രവർത്തകരും കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് സത്യന്റെ ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്തുന്നത്. സർക്കാരിൽ നിന്നും ഡയാലിസിസിനു വേണ്ടി 650 രൂപയാണ് ലഭിക്കുന്നത്. എന്നാൽ ഇത് ചികിത്സയ്ക്ക് ഉപകാരപ്രദമായ രീതിയിലല്ല. ഇത്ര ചെറിയ തുക കൊണ്ട് ചികിത്സാ ചെലവ് പൂർത്തീകരിക്കാനാവില്ല. ഈ കാരണം കൊണ്ടാണ് നിർധനരായ കുടുംബം ഇന്ന് മറ്റുള്ളവരുടെ കരുണ തേടുന്നത്. സത്യനെ സഹായിക്കാൻ താൽപര്യമുള്ളവർ 8594041347 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ കേരള ഗ്രാമീണ ബാങ്ക് ചെങ്കോട്ടുകാവ് ശാഖയിലെ 40235101027031 എന്ന അക്കൌണ്ട് നമ്പർ മുഖേനയോ തങ്ങളുടെ സഹായങ്ങൾ എത്തിക്കാവുന്നതാണ്. കൊയിലാണ്ടി നന്ദി ലൈറ്റ് ഹൌസ് റോഡിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ മാർച്ചും ധർണയും നടത്തി. നന്ദി ടൌണിൽ സംഘടിപ്പിച്ച ധർണ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഉദ്ഘാടനം ചെയ്തു. റെയിൽപാളത്തിന്റെ അപകടകരമായ അവസ്ഥ കാരണം നിരവധി ജീവനുകൾ പൊലിഞ്ഞ നന്ദിയിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. മേൽപ്പാലം വന്നതോടുകൂടി നന്ദിയിലെത്താൻ അധിക ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥ വന്നാൽ കടലൂർ, വൻമുഖം, കോടിക്കൽ, മുത്തായം തുടങ്ങിയ കടലോര മേഖലകളിലെ 10,000-കണക്കിന് ജനങ്ങൾ റെയിൽപാളം മുറിച്ചു കടന്നാണ് ഇപ്പോഴും യാത്ര ചെയ്യുന്നത്. എന്നാൽ ഈ ഭാഗത്തെ വളവ് കാരണം ട്രെയിൻ വരുന്നത് ശ്രദ്ധയിൽപ്പെടാതെ നിരവധി പേർ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. ഇവിടെ ടൗണിലേക്ക് പോകാൻ ഈ വഴിയല്ലാതെ വേറൊരു വഴിയില്ല. ഇവിടെ ഒരുപാട് ദുരന്തങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു അടിപ്പാത നിർബന്ധമായിട്ടും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ വളരെ എല്ലാവർക്കും അറിയാലോ ഒരു ബുദ്ധിമുട്ടുള്ളൊരു വഴിയായതെന്നുള്ളത്. കാരണം വെച്ചാൽ റെയിൽ കിടക്കാതെ സ്കൂളിലും മറ്റേ എല്ലാ ആൾക്കാരും ഇതിൽ കൂടെ തന്നെ വഴി പോകാനുള്ളൂ. വേറെ ഒരു ടൗണിലേക്കുള്ളൊരു വഴി വേറെ ഇല്ല. അപ്പൊ സിഗ്നലും ഗേറ്റ് അടവും എല്ലാം നോക്കിയിട്ടാണ് മുമ്പ് കിടക്കല്. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പം ഗേറ്റൊക്കെ എടുത്തതിന്റെ ശേഷം പിന്നെ ഏത് സമയത്ത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുന്നറിയിപ്പ് ഇല്ല, ഒരു വളവാണ്. കടലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി മുസ്ലിം, ഡോക്ടർ ദത്ത്, പൂഞ്ഞോളി റഫീഖ്, ഇബ്രാഹിം, ഇസ്മാൻ, വിജയൻ തുടങ്ങി നിരവധി സമീപവാസികളാണ് അടുത്ത ദിവസം ഇവിടെ ജീവൻ പൊലിഞ്ഞത്. ജനങ്ങൾ പ്രധാന പ്രവേശന കവാടമായി ഉപയോഗിക്കുന്ന നന്ദി ലൈറ്റ് ഹൌസ് റോഡിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യമുന്നയിച്ച് അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനു വേണ്ടിയാണ് ജനകീയ ധർണ സംഘടിപ്പിച്ചത്. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. നന്ദി ടൌണിൽ സംഘടിപ്പിച്ച ധർണയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കേരള സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലറും പട്ടികജാതിക്കാരനുമായ ഡോക്ടർ എൻ വീരമണികണ്ഠന്റെ PhD പ്രബന്ധം കോപ്പിയിടെന്ന് വരുത്തി തീർത്ത് തേജോവധം ചെയ്യാനുള്ള ശ്രമം അപലപനീയമാണെന്ന് പട്ടികജാതി വർഗ ഐക്യവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ഇതിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ 29-ന് യൂണിവേഴ്സിറ്റിക്ക് മുൻപിൽ ധർണാ സമരം നടത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. അവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പറായ സവർണർ ഒരു RS ശശികുമാർ, മറ്റൊരു സിൻഡിക്കേറ്റ് മെമ്പറുണ്ട് ചാമക്കാല ജ്യോതികുമാർ. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റിൽ വെച്ച് പരസ്യമായി ജാതി പറഞ്ഞാക്ഷേപിച്ചു. നിന്നെപ്പോലുള്ള പട്ടികക്കാരന് അർഹതപ്പെട്ടതല്ലടോ ഈ സീറ്റ്, ഈ പ്രോ വൈസ് ചാൻസലർ എന്ന് പരസ്യമായി പറഞ്ഞാക്ഷേപിച്ചു. അതിനെ തുടർന്ന് പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ വീടും പേരൂക്കടയിലുള്ള ഒരു വീടാണ് അദ്ദേഹം താമസിക്കുന്നത്. ആ വീടും അദ്ദേഹത്തിൻ്റെ കാറും അടിച്ചു പൊട്ടിച്ചു ഇവരുടെ ഗുണ്ടകൾ.
കേരളത്തിലെ പട്ടിക പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ നടത്തുന്ന ഇത്തരം തരംതാണ പ്രവർത്തികളെ പൊതുസമൂഹം പുച്ഛിച്ചു തള്ളണമെന്നും ലോകരാഷ്ട്രങ്ങളിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ചിരിക്കുന്ന ഡോക്ടർ എൻ വീരമണികണ്ഠന്റെ പ്രബന്ധം കോപ്പിയടിയെന്ന് വരുത്തി തീർത്ത് പട്ടികജാതിക്കാരനായതുകൊണ്ട് മാത്രം തേജോവധം നടത്താൻ ശ്രമിക്കുന്ന കാലിക്കറ്റ് സർവകലാശാല അധികാരികൾക്കെതിരെ 1989 പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം മൂലം കേസെടുക്കണമെന്നും പട്ടികജാതി വർഗ ഐക്യവേദി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതേ ആവശ്യമുന്നയിച്ചുകൊണ്ട് സർവകലാശാല ഓഫീസിന് മുന്നിൽ പട്ടികജാതി വർഗ ഐക്യവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും മഹിളശ്രീ മഹിളാ ഐക്യവേദി യുവജന ഐക്യവേദി എന്നീ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഒക്ടോബർ 29 കൂട്ട ഉപവാസം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംരക്ഷിക്കാൻ ആളില്ലാതെ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച സിന്തറ്റിക് മൈതാനം നശിക്കുന്നു. മലപ്പുറം അഞ്ചിഞ്ചിവടി ഹൈസ്കൂളിൽ സ്പോർട്സ് കൌൺസിൽ നിർമ്മിച്ച സിന്തറ്റിക് സ്റ്റേഡിയമാണ് നാശത്തിന്റെ വക്കിലുള്ളത്. സർക്കാർ ഏജൻസിയായ കിറ്റ്കോയുടെ നേതൃത്വത്തിലാണ് അഞ്ചുവടി ഹൈസ്കൂളിൽ സിന്തറ്റിക് മൾട്ടി സ്പേസ് സ്ഥാപിച്ചത്. ടെന്നീസ്, ബാസ്കറ്റ്ബോൾ, വോളിബോൾ എന്നീ കായിക ഇനങ്ങളുടെ പരിശീലനത്തിനും മത്സരങ്ങൾക്കും ഉപയോഗപ്പെടുത്താവുന്ന വിധമാണ് മൾട്ടി സ്പേസിന്റെ നിർമ്മാണം. എന്നാൽ 25 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച് സ്റ്റേഡിയം നിർമ്മിച്ച ശേഷം സ്പോർട്സ് കൌൺസിൽ ഇത് പരിപാലിക്കാനുള്ള നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം. നിരവധി ഹൈമാസ്റ്റ് ലൈറ്റുകൾ മൈതാനത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയ്ക്ക് വൈദ്യുതി പോലും ലഭിച്ചിട്ടില്ല. 25 മാസം പോലും ഇത് ഒന്ന് വൃത്തിയായി കൊണ്ടുനടക്കാനോ ഇതിന്റെ കാര്യങ്ങൾ നോക്കാനോ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആൾക്കാരോ ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഇപ്പം നടക്കുന്നത് ഇപ്പം തന്നെ ഈ ചെറിയ കുട്ടികളെ പന്തലെടുക്കും, വടംവലി പ്രാക്ടീസ് ചെയ്യും. ചെരുപ്പിട്ട് പോലും കടക്കാൻ പാടില്ലാത്തൊരു സ്റ്റേഡിയത്തിൽ ഒരു ഇതിലാണ് ഇപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ചുറ്റുവേലി ഉണ്ടാക്കിയത് വളരെ അധികം വില കുറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത സാധനം കൊണ്ടാണ് ഇതിന്റെ ചുറ്റുവേലി ഉണ്ടാക്കിയത്. മൈതാനത്തിന്റെ ചുമതല സ്കൂൾ അധികൃതർക്കാണെങ്കിലും കായിക അധ്യാപകൻ ഇല്ലാത്തതിനാൽ മൈതാനം പരിപാലിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് സ്കൂളിന്റെ പക്ഷം. മലയോര മേഖലയിലെ കുട്ടികളുടെ കായികാഭിരുചി പരിപോഷിപ്പിക്കാൻ നിർമ്മിച്ച മൈതാനം സംരക്ഷിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. വാർത്തകൾ മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഷെരീഫ് സാഗറിന്റെ മണൽ ചൊറുക്ക് എന്ന പുസ്തകം ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പ്രകാശനം ചെയ്തു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ പ്രവാസം, എഴുത്ത്, ജീവിതം എന്ന വിഷയത്തിൽ ചർച്ചയും നടന്നു. ഷെരീഫ് സാഗറിന്റെ മണൽ ചൊറുക്ക് പുസ്തകം പ്രകാശനം ചെയ്തു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ ശിഹാബുദ്ദീൻ പൊയ്ത്തുകടവാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. വി മുസാഫിർ അഹമ്മദ് പുസ്തകം ഏറ്റുവാങ്ങി. പൊതു സ്വഭാവം അറിയാവുന്നതുകൊണ്ട് എല്ലാ കലകളും തന്നെ ഗൾഫ് പശ്ചാത്തലത്തിലാണ് പശ്ചാത്തലം ഗൾഫാണ്. മറ്റൊന്ന് പൊതുവെ ഗൾഫിൽ നിന്ന് വരുന്ന കഥകൾക്ക് ഒരു ഏകദാനമായിട്ടുള്ളൊരു ശൈലിയല്ല. എന്താണ് ഏകദാന ശൈലി എന്ന് ചോദിച്ചാൽ പലപ്പോഴും തന്നെ ഞാനൊരു പ്രവാസിയായിട്ട് 6 വർഷം ഉണ്ടായിരുന്ന ആളാണ്. ഈ കഥകൾക്ക് അല്ലാതെയുള്ള എഴുത്തുകൾക്ക് പലപ്പോഴും നൊസ്റ്റാൾജിയ, ഒരു ഗൃഹാതുരത്വത്തിന്റെ ഒരു അതിന്റെ അടിസ്ഥാന വികാരം പലപ്പോഴും ഗൃഹാതുരത്വം ആണ്. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷനായിരുന്നു. ശരത് ബാബു തച്ചമ്പാറ, ഷിഹാബ്, അബു ഇരിങ്ങാട്ടിരി, റഹ്മാൻ കിടങ്ങയം, ഉസ്മാൻ ഈമ്പുഴി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രവാസം, എഴുത്ത്, ജീവിതം എന്ന വിഷയത്തിൽ ചർച്ചയും സംഘടിപ്പിച്ചു. യുവഭാരത് സൌഹൃദ കൂട്ടായ്മയുടെയും മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ അർബുദ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പന്തീരാങ്കാവ് ത്രിവേണി ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പരിശോധനയ്ക്കെത്തി. പന്തീരാങ്കാവിന് സമീപം വള്ളിക്കുന്ന് ത്രിവേണി ജംഗ്ഷൻ
യുവഭാരത് കൂട്ടായ്മയും മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയും സംയുക്തമായി ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. യുവഭാരത് സൗഹൃദ കൂട്ടായ്മയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗർഭാശയ അർബുദം, സ്തനാർബുദം, വായിലെ അർബുദം എന്നീ 3 വിഭാഗങ്ങളിലായാണ് രോഗനിർണയം സംവിധാനങ്ങൾ ഒരുക്കിയത്. അർബുദ രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചറിയുവാൻ മൊബൈൽ സേവനവും ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ ചുറ്റുപാടിൽ അർബുദ രോഗം നേരത്തെ തന്നെ പരിശോധിച്ച് അറിയുന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ക്യാമ്പിന് നേതൃത്വം നൽകിയ തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ നീതു പറഞ്ഞു. ക്യാമ്പിൽ സ്ത്രീകളും പുരുഷന്മാരുമടക്കം 150 പേർക്കാണ് സൗജന്യ പരിശോധനയ്ക്ക് അവസരം ലഭിച്ചത്. ആധുനിക അറബിക് പഠനം തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ. MSS ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ചൂഷണം ചെയ്യപ്പെടാത്ത അറബി ഭാഷയും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം സർവീസ് സൊസൈറ്റി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൂഷണം ചെയ്യപ്പെടാത്ത അറബി ഭാഷയും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഡോക്ടർ ഹുസൈൻ മടവൂർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആധുനിക രീതിയിലുള്ള അറബിക് ഭാഷാ പ്രയോഗം സ്വായത്തമാക്കുന്നവർക്ക് രാജ്യത്തും വിദേശത്തും അനന്ത തൊഴിൽ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്ലാം മതത്തിനു മുൻപ് സംസ്ഥാനത്തെത്തിയ ഭാഷയാണ് അറബിക്. മതപഠന അടിസ്ഥാനത്തിൽ നിന്ന് ആധുനിക ഭാഷാ പ്രയോഗത്തിലേക്കുള്ള അതിന്റെ വളർച്ചയുടെ ഭാഗമാവാൻ കഴിയണം. ഭാഷാ പ്രയോഗം എന്നിവ അറിയുവാനും സംസ്കാരം ഉൾക്കൊള്ളാനും സാധിക്കേണ്ടതുണ്ട്. യാത്രയിലോ വീട്ടിലിരുന്നോ വരുമാനമുണ്ടാക്കാൻ ഈ അറിവും വിവര സാങ്കേതിക വിദ്യയും സമന്വയിപ്പിക്കുന്നതിലൂടെ സാധ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MSS ജില്ലാ പ്രസിഡന്റ് പി സൈനുൽ ആബിദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി പി സിക്കന്ദർ, ജില്ലാ ട്രഷറർ പി അബ്ദുറഹീം എന്നിവർ സംസാരിച്ചു. MSS ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ പി മുഹമ്മദ് കോയ മുഖ്യപ്രഭാഷണം നടത്തി. അബൂബക്കർ മാങ്ങാട്ടിൽ വിഷയാവതരണം നടത്തി. നമ്മുടെ സമീപന രീതി അല്പമൊന്ന് മാറ്റിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ കുദ്സി സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ബഷീർ സാഹിബൊക്കെ എന്നോട് പലപ്പോഴും പറയുണ്ടായി, ഏതെങ്കിലും ഒരു നല്ല ചെറുതായ ഒരു കവിത അറബിയിലേക്ക് മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രസിദ്ധീകരിക്കാം. തലസ്ഥാന നഗരിയുടെ അഭിമാനമാകാൻ ഒരുങ്ങുന്ന ഷോപ്പിംഗ് മാളിൽ ഇനി കാർണിവൽ മൾട്ടിപ്ലക്സ് തിയേറ്ററും. മാൾ ഓഫ് ട്രാവൻകൂർ എന്ന് പേരിട്ടിരിക്കുന്ന മലബാർ ഗ്രൂപ്പിന്റെ മാളിൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആരംഭിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു. കാർണിവൽ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടർ സിഇഒയുമായ PV സുനിലും മലബാർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ O അഷറുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, ആർക്കിടെക്ട് ടോണി ജോസഫ്, ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ്, ഡയറക്ടർ സുബൈദ അഹമ്മദ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കോഴിക്കോട് കോർപ്പറേഷൻ 69ാം വാർഡ് കാരപ്പറമ്പിൽ പെൺ പോരാട്ടം. LDF സ്ഥാനാർത്ഥി PM ശോഭയുടെയും UDFന്റെ സിന്ധു സതീഷിന്റെയും BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെയും ശക്തമായ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. വീഴ്ചകളും പഴുതുകളുമില്ലാതെ പ്രചാരണത്തിലും ഇവർ മുന്നേറുകയാണ്. 69ാം വാർഡ് കാരപ്പറമ്പിലെ എല്ലാ പ്രദേശങ്ങളെയും നേരിട്ടറിയാവുന്ന സ്ഥാനാർത്ഥിയാണ് PM ശോഭ. കുടുംബശ്രീ ADS, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നോർത്ത് ഏരിയ കമ്മിറ്റി അംഗം, മേഖലാ സെക്രട്ടറി, CPIM ബിലാത്തുകുളം നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി എന്നീ നിലകളിലും ശോഭ വ്യക്തിമുദ്ര പതിപ്പിച്ചു. കാരപ്പറമ്പിന്റെയും സർവോപരി കോഴിക്കോട് നഗരത്തിന്റെയും വികസനത്തിനായി മുന്നണി പോരാളിയായാണ് ശോഭ മത്സര രംഗത്തുള്ളത്. ഇപ്പോൾ വാർഡിൽ നിന്നുള്ള പ്രതികരണം നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വാർഡിലെ ഓരോ വീടുകളിലും ചെല്ലുമ്പം, കാരണം കുറേ ആൾക്കാർ കൂടുതലായിട്ട് വാർഡുമായിട്ട് ഇടപെടുന്നുണ്ട്. എനിക്ക് നല്ലൊരു ബന്ധമുള്ളതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് നല്ല രീതിയിലുള്ള സമീപനം എനിക്ക് കിട്ടുന്നുണ്ട്. വാർഡിലെ ജനകീയ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന കോർപ്പറേഷൻ പദ്ധതികൾ താഴെ തട്ടിലെത്തിക്കാനും പ്രാപ്തിയുള്ള ഊർജ്ജസ്വലയായ സ്ഥാനാർത്ഥിയാണ് സിന്ധു സതീഷ്. കഴിഞ്ഞ 5 വർഷക്കാലം വാർഡിനെ നയിച്ച കൌൺസിലർ പുളക്കൽ ശ്രീകുമാറിന്റെ പിൻഗാമിയായാണ് സിന്ധു സതീഷ് മത്സരിക്കുന്നത്. വികസന തുടർച്ചയ്ക്ക് സുരക്ഷിതമായ കൈ എന്ന UDFന്റെ മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് പ്രചാരണ രംഗത്തും സിന്ധു സതീഷിന്റെ മുന്നേറ്റം. കഴിഞ്ഞ UDF കൌൺസിലർ ചെയ്ത വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ സംതൃപ്തരാണ്. അത് എനിക്ക് വോട്ടായി ലഭിക്കുമെന്ന് 100% ഉറപ്പാണ്. ഞങ്ങൾ വീട് സന്ദർശനത്തിനിറങ്ങിയപ്പോൾ അവിടെ നിന്നെല്ലാം നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. ബിടെക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നവ്യ ഹരിദാസിന്റെ കന്നി അംഗമാണ് കാരപ്പറമ്പിൽ. പയറ്റി തെളിഞ്ഞ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾക്കിടയിൽ തുടക്കക്കാരിയുടെ ആശങ്കകൾ ഒന്നുമില്ലാതെ പ്രചരണത്തിലും വോട്ടർമാർക്കിടയിലും ഉള്ള നവ്യയുടെ സാന്നിധ്യം വേറിട്ടതാകുന്നു. LDF, UDF മുന്നണികളിൽ നിന്നും നഗരത്തിനുള്ള മോചനമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടുത്തെ സമ്പർക്ക പരിപാടിയിൽ പോയപ്പോൾ ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും 100% സംതൃപ്തിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാവരും ഒരു മാറ്റത്തിനായി ചിന്തിക്കുന്നു എന്നുള്ളത്
ഞങ്ങൾക്ക് ഏവർക്കും വളരെ ആഹ്ലാദപരമായ കാര്യം തന്നെയാണ്. സ്ഥാനാർത്ഥികളുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാരപ്പറമ്പിൽ. മുന്നണികളെല്ലാം പ്രചരണ രംഗത്ത് മുന്നേറുകയാണ്. ആശയങ്ങളിലും നടപടികളിലും വേറിട്ടതാണെങ്കിലും മത്സരാർത്ഥികളെല്ലാം നൽകുന്ന വാഗ്ദാനം വികസനമാണെന്നത് വോട്ടർമാർക്കും ആശ നൽകുന്നു. വികസനമില്ലാതെ സർവ്വമേഖലയെയും അധപ്പതിപ്പിച്ച സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തുന്നതെന്ന് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം PT രാജൻ കോർപ്പറേഷൻ 50ാം ഡിവിഷൻ LDF തെരഞ്ഞെടുപ്പ് റാലി നടുവട്ടത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കോർപ്പറേഷൻ 50ാം ഡിവിഷൻ LDF റാലി നടുവട്ടത്ത് നടന്നു. റാലിക്ക് ശേഷം നടന്ന പൊതുയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം PT രാജൻ ഉദ്ഘാടനം ചെയ്തു. വികസനമില്ലാതെ സർവ്വമേഖലയെയും അധപ്പതിപ്പിച്ച സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗിന് നമ്മുടെ രാജ്യത്തിലെ ഭാവി തലമുറയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ എന്ത് നടപടിയെടുക്കാൻ വേണ്ടി കഴിയും? വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇവർ തന്നെയാണല്ലോ. ഒരു പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. 27 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലിരുന്ന് LDF അധികാരത്തിൽ നിന്ന് കയറുമ്പോൾ അത് 27 ലാഭത്തിലായി. അതിനകത്ത് 27 കോടി രൂപ ഉണ്ടാക്കിയപ്പോൾ 2 വ്യവസായങ്ങൾ ഈ കോർപ്പറേഷന്റെ പരിധിയിലുള്ള ചെറുവണ്ണൂർ പഞ്ചായത്ത് മേഖലയിൽ ഉണ്ടായി. അതെല്ലാം അടച്ചുപൂട്ടുന്ന രൂപത്തിലേക്ക് പോയില്ല. K വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു. KS ഭീഷ്മർ, P ദേവരാജൻ, K രാജീവൻ, LDF സ്ഥാനാർത്ഥി പേരോത്ത് പ്രകാശൻ, K സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. അരക്കിണറിൽ നിന്നും ആരംഭിച്ച റാലിയാണ് നടുവട്ടമഹയിൽ സമാപിച്ചത്. നിരവധി പ്രവർത്തകരാണ് റാലിയിൽ അണിചേർന്നത്. UDFന്റെ തെരഞ്ഞെടുപ്പ് ഷോയ്ക്ക് ജില്ലയുടെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. അതത് മേഖലകളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം മന്ത്രിമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ എത്തിയത് ആവേശമായി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മന്ത്രി MK മുനീറും MK രാഘവൻ MP നയിച്ച റോഡ് ഷോ UDF പ്രവർത്തകരെ ആവേശത്തിലാക്കി. നഗരത്തിൽ രാവിലെ തുടങ്ങിയ റോഡ് ഷോ വൈകിട്ട് 5:30 കോർപ്പറേഷൻ ബേപ്പൂർ മേഖലയിലേക്ക് പ്രവേശിച്ചു. മാത്തോട്ടം, അരക്കിണർ, നടുവട്ടം, BC റോഡ്, ബേപ്പൂർ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ വലിയ ആവേശത്തോടെയാണ് റോഡ് ഷോയെ വരവേറ്റത്. നവംബർ 2-ന് കോഴിക്കോട് കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള വിധിയെഴുത്തിന് വേണ്ടി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ളത്, ഈ മേഖലകളിലൊക്കെ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ കോർപ്പറേഷനിൽ ഇനി പ്രതിപക്ഷത്തിരിക്കാനല്ല, ഭരണപക്ഷത്തിരുന്നു കൊണ്ട് ഭരിക്കാൻ വേണ്ടിയാണ്. സ്ഥാനാർത്ഥികളായ P മാധവദാസ്, VP അബ്ദുൾ ജബ്ബാർ, P ഷഫീഖ്, P ബാലഗംഗാധരൻ, KK സൈഫുനിസ, ലൈല മുഹമ്മദ് ഗോയ, P ശാലിനി എന്നിവർ വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ആദം മുൽസി, CDA ചെയർമാൻ NC അബൂബക്കർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TK അബ്ദുൾ ഗഫൂർ, UDF ചെയർമാൻ MI മുഹമ്മദ് ഹാജി, കൺവീനർ രമേശ് നമ്പ്യത്ത്, AM അനിൽകുമാർ, രാജീവൻ തിരുവിച്ചിറ, M മുഹമ്മദ് കോയ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. സമ്പോധ ഫൗണ്ടേഷൻ കോഴിക്കോട് സെന്ററും ബോധാനന്ദ സേവാ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗീതാജ്ഞാനയജ്ഞം നവംബർ 2 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ കോഴിക്കോട് തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കും. മുഖ്യാചാര്യൻ സംപൂജ്യ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിയാണ് പ്രഭാഷകൻ. ഉദ്ഘാടന കർമ്മം കവി BP ശ്രീധരനുണ്ണി നിർവഹിക്കും. അറിയിപ്പുകൾ. കോഴിക്കോട് ഗവൺമെന്റ് ITIയിൽ IMC സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഹ്രസ്വകാല കോഴ്സുകളായ ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ്, ഹൌസ് വയറിംഗ്, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഫോൺ 9400635455. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡൽഹി കേരള ഹൌസ് റെയ്ഡ്, ശക്തമായ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി. പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രവാസി കോർഡിനേഷൻ ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി. മാലിന്യമുക്ത കോഴിക്കോടിനായി അനിമേഷൻ രചനകൾ. ലോക അനിമേഷൻ ദിനത്തിലെ വേറിട്ട കാഴ്ച. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.